ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആമോസിൻ്റെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ, എന്നാൽ ആമോസിനോട് അമസ്യാവ്, എടോ ദർശക, യഹൂദ ദേശത്തിലേക്ക് ഓടിപ്പോയിക്കൊള്ളുക, അവിടെ പ്രവചിച്ച് അഹോവൃത്തി കഴിച്ചുകൊള്ളുക. ബേഥേലിലോ ഇനി പ്രവചിക്കരുത്, അത് രാജാവിൻ്റെ വിശുദ്ധ മന്ദിരവും രാജധാനിയുമല്ലോ എന്ന് പറഞ്ഞു. ബേഥേൽ ഈ സന്ദർഭത്തിൽ, ഈ സമയത്ത് വളരെ വിഗ്രഹാരാധന നിറഞ്ഞ ഒരിടമായിരുന്നു. അവിടുത്തെ പുരോഹിതനായിരുന്നു അമസ്യാവ്. എന്നാൽ അവിടെ ഒരു പ്രവാചകൻ വന്നിട്ട് ആ രാജ്യത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഈ പുരോഹിതൻ പറയുന്ന വാക്കാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. നീ ഇവിടെ നിന്ന് പ്രവചിക്കേണ്ട, ഇത് രാജാവിൻ്റെ നഗരമാണ്, രാജാവിൻ്റെ വിശുദ്ധ മന്ദിരമാണ്. നീ ഓടിപ്പോയിക്കൊള്ളുക, യഹൂദ ദേശത്തിലേക്ക് നീ ഓടിപ്പോയിക്കൊള്ളുക, അവിടെ പ്രവചിച്ച് നീ ജീവിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ യഥാർത്ഥ പ്രവാചകന്മാർ എപ്പോഴും ഭീഷണികൾക്കും ഒത്തുതീർപ്പുകാരായ മതഭക്തരായ ദാസന്മാരെന്ന് വിളിക്കുന്നവരുടെ ഭീഷണികൾക്ക് വശംബദ്ധരായി തീർന്നിട്ടുണ്ട്. തിരുവെഴുത്തുകളിൽ നമുക്ക് പലയിടത്തും അത് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ അമസ്യാവ് എന്ന് പറയുന്ന പുരോഹിതൻ പ്രവാചകനായ ആമോസിനോട് പറയുകയാണ്, നീ ഓടിപ്പോയിക്കോ, നീ ഇവിടെ നിന്ന് പ്രവചിക്കേണ്ട, ഇത് രാജാവിൻ്റെ നഗരമാണ്, ഇവിടെ നിന്നും നിനക്ക് അഹോവൃത്തി, നീ യഹൂദയിൽ പോയി പ്രവചിച്ച് അഹോവൃത്തി കഴിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. അതിന് ആമോസ് പറയുന്ന ഒരു വാക്കുണ്ട്. അതിൻ്റെ 14-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ അതിന് ആമോസ്, ഞാൻ പ്രവാചകനല്ല, പ്രവാചക ശിഷ്യനുമല്ല, ഇടയനും കാട്ടത്തിപ്പഴം പെറുക്കുന്നവനും അത്രയും. ഞാൻ ആടുകളെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ യഹോവ എന്നെ പിടിച്ചു, നീ ചെന്ന് എൻ്റെ ജനമായ ഇസ്രായേലിനോട് പ്രവചിക്കുക എന്ന് യഹോവ എന്നോട് കൽപ്പിച്ചു എന്ന് ഉത്തരം പറഞ്ഞു. അതേ പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ദൈവം തിരഞ്ഞെടുക്കുന്ന പ്രവാചകന്മാർ അവരൊരിക്കലും ഒരുപക്ഷെ ബൈബിൾ കോളേജിൽ പഠിച്ചവരായിക്കൊള്ളണമെന്നില്ല, വലിയ വിദ്യാഭ്യാസമൊന്നുള്ളവരായിക്കൊള്ളണമെന്നില്ല. നാം തിരുവെഴുത്തുകളെ പരിശോധിക്കുമ്പോൾ ആടിനെ മേയിച്ചുകൊണ്ടിരുന്നവർ, മത്സ്യം പിടിച്ചുകൊണ്ടിരുന്നവർ, പലതരത്തിലും വലിയ സമൂഹത്തിലെ ഉന്നതന്മാരായിരുന്ന ആളുകളൊന്നുമല്ല ദൈവം തൻ്റെ വേലയ്ക്കായിട്ട്, തൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട്, തൻ്റെ പ്രവചന നിവൃത്തികൾക്കായിട്ട് ദൈവം ഉപയോഗിച്ചതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കാളയെ പൂട്ടിക്കൊണ്ടിരിക്കുന്നവനെ പ്രവാചകനാക്കി, കാട്ടത്തിപ്പഴം പെറുക്കിക്കൊണ്ടിരുന്നവനെ പ്രവാചകനാക്കി, ആടിനെ മേയിച്ചുകൊണ്ടിരുന്നവനെ ദൈവം പ്രവാചകനാക്കി അഭിഷേകം ചെയ്തു. അങ്ങനെ തിരുവെഴുത്തുകൾ നാം പരിശോധിക്കുമ്പോൾ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന പുരോഹിതന്മാരൊന്നും, പ്രവാചകന്മാരൊന്നും, പലരും അവരൊന്നും വലിയ പാരമ്പര്യമുള്ളവരോ വലിയ വിദ്യാഭ്യാസമുള്ളവരോ വലിയ ബൈബിൾ കോളേജ് പണ്ഡിതന്മാരോ ഒന്നും അല്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്ന് ഈ തലമുറയിലും ദൈവം തൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് ഉപയോഗിക്കുന്നത് പലപ്പോഴും ഹൃദയം നുറുങ്ങിയവരും തകർന്നവരും തങ്ങളിൽ തന്നെ വലിയ വിശ്വാസം അർപ്പിക്കാത്തവരും ദൈവത്തിൽ തന്നെ ആശ്രയിക്കുന്നവരുമായിട്ടുള്ള, കർത്താവിന് മാത്രം മഹത്വം കരുതുന്ന, കർത്താവിനെ മാത്രം ഭയപ്പെട്ട് ജീവിക്കുന്ന അനേക ദേവദാസന്മാരെ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ അങ്ങനെയുള്ളവരോട് വളരെ ഒത്തുതീർപ്പുകാരായിട്ടുള്ള, സഭ കൊണ്ട് ഉപജീവനം കഴിക്കുന്ന അങ്ങനെയുള്ള ദേവദാസന്മാർ പറയും, നീ ഇവിടെ ഒന്നും നിന്ന് വിളയാടാൻ നിൽക്കേണ്ട, ഇവിടെ ഒന്നും നിന്ന് കളിക്കാൻ നിൽക്കേണ്ട, നീ നിൻ്റെ ദേശത്തേക്ക് പോയിക്കൊള്ളു, നീ അവിടെ പോയി അഹോവൃത്തി കഴിച്ചോളൂ, ഇവിടെ ഒന്നും പ്രവചിച്ച് ഇത് വേറെ ഇടമാണ്, ഇത് വേറെ നഗരമാണെന്നെല്ലാം പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തി ഓടിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഇതെല്ലാ കാലത്തും നടന്നിട്ടുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ യഥാർത്ഥമായ പ്രവാചകന്മാർ ഒന്നും മറച്ചു വയ്ക്കാതെ ദൈവജനത്തോട് സത്യം പറയുന്നവരായിരിക്കും. ദൈവം എന്ത് പറയുന്നുവോ മനുഷ്യൻ്റെ മുഖം നോക്കാതെ അത് പറയുന്നവരായിരിക്കും, മുഖപക്ഷം നോക്കാതെ പറയുന്നവരായിരിക്കും യഥാർത്ഥ ദൈവത്തിൻ്റെ പ്രവാചകന്മാർ. അവർക്ക് ആശ്രയം ദൈവം